السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه أجمعين. أما بعد. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, യാ അബാ സഈദ്, അല്ലോ അബൂ സഈദ്, മൻ റദിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യൻ വജബത് ലഹുൽ ജന്ന. ആരെങ്കിലും അള്ളാഹുവിനെ അവൻ്റെ റബ്ബായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൻ്റെ നബിയായും ഇസ്ലാമിനെ തൻ്റെ ദീനായും തൃപ്തിപ്പെട്ടാൽ വജബത് ലഹുൽ ജന്ന, അവന് സ്വർഗം നിർബന്ധമായിരിക്കും. 3 കാര്യങ്ങൾ: അള്ളാഹുവിനെ അവൻ്റെ റബ്ബായി തൃപ്തിപ്പെടുക, 2 അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൻ്റെ നബിയായി തൃപ്തിപ്പെടുക, 3 ഇസ്ലാമിനെ തൻ്റെ ദീനായി തൃപ്തിപ്പെടുക. ഈ 3 കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകളിൽ പെട്ടതാണ്. രാവിലെയും വൈകുന്നേരവും 3 തവണ റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ. അള്ളാഹുവിനെ ഞാൻ എൻ്റെ റബ്ബായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എൻ്റെ നബിയായും ഇസ്ലാമിനെ എൻ്റെ ദീനായും ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് ഒരാൾ 3 തവണ പറയാന്നുള്ളത്. സഹോദരങ്ങളെ, ഈ 3 കാര്യങ്ങൾ നമ്മുടെ ദീനിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറകളാണ്. ഒന്നാമത്തേത് നമ്മുടെ റബ്ബിനോടുള്ള ബാധ്യതയാണ്. രണ്ടാമത്തേത് നമ്മുടെ റസൂലിനോടുള്ള ബാധ്യതയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തേത് നമ്മുടെ ദീനിനോടുള്ള ബാധ്യതയാണ്. അള്ളാഹുവിനോടുള്ള ബാധ്യത പ്രധാനമായി 2 കാര്യങ്ങളിൽ ചുരുക്കി പറയാം. ഒന്നാമത്തെ കാര്യം അള്ളാഹുവിനെ അറിയുക എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അതിനുവേണ്ടിയാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യരെയാകട്ടെ ജിന്നുകളെയാകട്ടെ എന്നെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയല്ലാതെ ഞാൻ അവരെ സൃഷ്ടിച്ചിട്ടില്ല. ചില പണ്ഡിതന്മാർ അതിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞു, ഐ ലിയഅരിഫൂൻ, അതായത് അവർ ജിന്നുകളും മനുഷ്യരും എന്നെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ അവരെ പഠിച്ചത്. വിശുദ്ധ ഖുർആൻ നിങ്ങൾ എടുത്തു നോക്കൂ, എത്ര സ്ഥലത്താണ് അള്ളാഹു പറയുന്നത്, വഅലമു അന്നല്ലാഹ ഗഫൂർ റഹീം, അള്ളാഹു ഗഫൂറാണ് റഹീമാണെന്ന് നിങ്ങൾ അറിയണം. വഅലമു അന്നല്ലാഹ അസീസുൻ ഹക്കീം, വഅലമു അന്നല്ലാഹ ബസീറുൻ ബിമാ തഅമലൂൻ. ഇങ്ങനെ എത്ര ആയത്തുകളിലാണ് അള്ളാഹു അവനെക്കുറിച്ച് പഠിക്കാൻ പറയുന്നത്. നിങ്ങൾ അറിയണേ, വഅലമു, നിങ്ങൾ പഠിക്കണം, അന്നല്ലാഹ അസീസുൻ ഹക്കീം, അള്ളാഹു അസീസാണ്, അള്ളാഹു ഹക്കീമാണ്. അള്ളാഹുവിനോടുള്ള ഒന്നാമത്തെ നമ്മുടെ ബാധ്യത, അവൻ നമ്മെ സൃഷ്ടിച്ചവനാണ്, നമ്മെ പഠിച്ചവനാണ്, റബ്ബുൽ ആലമീനാണ്, ലോകങ്ങളുടെ റബ്ബാണ്, നമുക്കെല്ലാം നൽകിയവനാണ്. നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ മക്കളെയും നമുക്ക് നൽകിയവനാണ്, സർവ്വ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചവനാണ്. എത്ര നിഅമത്തുകളാണ് അവൻ നമുക്ക് ചൊരിഞ്ഞു തന്നിരിക്കുന്നത്. അള്ളാഹുവിനെ അറിയുക എന്നത് അവനോടുള്ള നമ്മുടെ ഒന്നാമത്തെ ബാധ്യതയാണ്. ആലോചിച്ച് നോക്കൊരു മനുഷ്യൻ, അയാളോട് പറയാണ്, നീ അള്ളാഹുവിനെ ആരാധിക്കണം, പക്ഷേ അള്ളാഹു ആരാണ് അതിനെ കുറിച്ച് ഒന്നും അറിയില്ല. അങ്ങനെ ആരാധിക്കണമെന്ന് നിന്നോട് പറഞ്ഞാൽ നിൻ്റെ അവസ്ഥ എന്തായിരിക്കും? എന്നാൽ ഗഫൂറായ, നിനക്ക് പുറത്തു നൽകുന്ന, റഹ്മാനായ, അങ്ങേയറ്റം കരുണയുള്ളവനായ, അസീസായ, അങ്ങേയറ്റം പ്രതാപമുള്ളവനായ, ദുൽ അർശിൽ കരീം, ഉന്നതമായ അർഷിൻ്റെ ഉടമസ്ഥനായ, റബ്ബുൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബായ, അൽ ഹയ്യുൽ ഖയ്യൂം, എന്നു ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായ, അസ്സലാമുൽ മുഅ്മിൻ, എല്ലാ ന്യൂനതകളിൽ മുക്തനായ, അൽ മുഅ്മിൻ, തൻ്റെ ദാസന്മാർക്ക് നിർഭയത്വം നൽകുന്നവനായ, അൽ വദൂദ്, അങ്ങേയറ്റം സ്നേഹിക്കുന്നവനായ, അൽ ലത്തീഫുൽ ഖബീർ, എല്ലാം അറിയുന്നവനായ, സൂക്ഷ്മജ്ഞാനിയായ, അങ്ങനെ ഒരു റബ്ബിനെ നീ ഇബാദത്ത് ചെയ്യണം എന്ന് പറയുന്നതിൽ എന്ത് വ്യത്യാസമുണ്ട്? നീ അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് പറയുന്നത് മാത്രവും ഇങ്ങനെയുള്ള ഈ വിശേഷണങ്ങളെല്ലാമുള്ള റബ്ബിനെ ആരാധിക്കുക എന്ന് പറയുന്നത് എത്ര വ്യത്യാസമുണ്ട്? ഒരു സഹോദരൻ, അള്ളാഹുവിനോടുള്ള നമ്മുടെ ഒന്നാമത്തെ ബാധ്യതകളിൽപ്പെട്ടതാണ് നമ്മൾ അവനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത്, അള്ളാഹുവിനെ അറിയുക എന്നത്. നോക്കൂ, വിശുദ്ധ ഖുർആനിൽ ഏറ്റവും മഹത്വം നൽകപ്പെട്ട ആയത്തുകൾ സൂറത്തിലെടുത്ത് നോക്കൂ. ആ സൂറത്തുകളും ആയത്തുകളും പ്രധാനമായും സംസാരിക്കുന്ന, അല്ലെങ്കിൽ അതിൽ
മുഴുവൻ സംസാരമുള്ളത് അള്ളാഹുവിനെ കുറിച്ചാണ്. ഏതാണ് ഖുർആനിൽ ഏറ്റവും മഹത്തരമായ ആയത്ത്? ആയത്തുൽ കുർസിയാണ്. അതിൽ 10 വചനങ്ങളുണ്ട്, 10 വാചകങ്ങളുണ്ട്. 10 വാചകങ്ങൾ അതിലുണ്ട്. 10 വാചകങ്ങളും അള്ളാഹുവിനെ കുറിച്ചാണ്. ഏതാണ് ഖുർആനിൻ്റെ 1/3 എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സൂറത്ത്? സൂറത്തുൽ ഇഖ്ലാസാണ്. അത് മുഴുവൻ അള്ളാഹുവിനെ കുറിച്ചാണ്. ഏതാണ് ഖുർആനിൽ ഏറ്റവും മഹത്തരമായ അധ്യായം? സൂറത്തുൽ ഫാത്തിഹയാണ്. അത് മുഴുവൻ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശേഷണവും അവനോടുള്ള ദുആഉമാണ്. അള്ളാഹുവിനെ അറിയുക എന്നതിൻ്റെ പ്രാധാന്യം ഇത്ര വലുതാണ്. അള്ളാഹുവിനോടുള്ള നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ റബ്ബിനെ അറിയുക എന്നത്, അവനെ മനസ്സിലാക്കുക എന്നത്. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിനോട് അവന് അർഹമായ രൂപത്തിൽ, അവൻ നമ്മോട് കൽപ്പിച്ച രൂപത്തിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബലിനോട് പറഞ്ഞതുപോലെ, യാ മുആദ് അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, അല്ല മുആദ്, നിനക്കറിയുമോ അള്ളാഹുവിന് അവൻ്റെ അടിമകളുടെ മേലുള്ള, നമ്മൾ ഓരോരുത്തരുടെയും മേൽ അള്ളാഹുവിനുള്ള അവകാശം എന്താണെന്ന് നിനക്കറിയുമോ മുആദ്? അദ്ദേഹം പറഞ്ഞു, അള്ളാഹു റസൂലുഹു അഅലം, അള്ളാഹുവിനും അവൻ്റെ റസൂലും ഏറ്റവും നന്നായി അറിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഹഖ്ഖുല്ലാഹി അലൽ ഇബാദി അൻ യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈആ. അള്ളാഹുവിന് അവൻ്റെ ദാസന്മാരുടെ മേലുള്ള അവകാശം എന്നാൽ അവർ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതാണ്. നീ നിസ്കരിക്കുക എന്നതാണ്. കാരണം നിന്റെ റബ്ബാണവൻ. അള്ളാഹുവിനെ നീ തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞ് നീ അള്ളാഹുവിനെ അറിയുകയും അള്ളാഹു നിന്നോട് കൽപ്പിച്ചത് പ്രകാരം അവനെ ഇബാദത്ത് ചെയ്യുകയും വേണം. അള്ളാഹു നിന്നോട് നിർദ്ദേശിച്ചതുപോലെ അവൻ കൽപ്പിച്ചത് നീ അനുസരിക്കണം, അവൻ വിലക്കിയത് നീ വിട്ടുനിൽക്കണം. അപ്പോഴാണ് നീ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നത്. അള്ളാഹുവിനെ നീ അറിയുകയും അവൻ്റെ വിശേഷണങ്ങൾ മനസ്സിലാക്കുകയും അവൻ നിന്നോട് കൽപ്പിച്ച കാര്യങ്ങൾ നീ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് അള്ളാഹുവിനെ നീ തൃപ്തിപ്പെടുന്നത്, നീ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ, വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. മുഅ്മിനീങ്ങൾ അവർ അള്ളാഹുവിനോട് കഠിനമായ ഏറ്റവും കടുത്ത സ്നേഹമുള്ളവരാണ്. എങ്ങനെയാണ് അവരുടെ കടുത്ത സ്നേഹം അള്ളാഹുവിനോടുള്ളത് പ്രകടമാക്കിയത്? അള്ളാഹു പറഞ്ഞ അനുസരിച്ചുകൊണ്ടാണ്, അവൻ്റെ കൽപ്പനകൾ നിറവേറ്റിക്കൊണ്ടാണ്, അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ വിട്ടുനിന്നുകൊണ്ടാണ്. സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യം അള്ളാഹുവിനോടുള്ള ബാധ്യത. അതാണ് ഏറ്റവും വലിയ കാര്യം, അതാണ് ഏറ്റവും വലിയ വിഷയം. ആകാശഭൂമികൾ പടക്കപ്പെട്ടത് അതിനുവേണ്ടിയാണ്, നബിമാരെ നിയോഗിച്ച അതിനുവേണ്ടിയാണ്, കിതാബുകൾ അവതരിപ്പിച്ച അതിനുവേണ്ടിയാണ്. എല്ലാത്തിൻ്റെയും പിന്നിലുള്ള ലക്ഷ്യം ഈ പറഞ്ഞതാണ്, അള്ളാഹുവിനെ അറിയുകയും അവനെ മാത്രം ഇബാദത്ത് ചെയ്യുകയും ചെയ്യുക എന്നത്. ആ കാര്യത്തിൽ ഒരാൾ കണിശത പുലർത്തുക എന്നത് അവൻ്റെ ഒന്നാമത്തെ ബാധ്യതയാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, റളീതു ബില്ലാഹി റബ്ബൻ ബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയൻ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമെ തൻ്റെ നബിയായി തൃപ്തിപ്പെടുക എന്നതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ തൻ്റെ നബിയായി തൃപ്തിപ്പെടുക എന്നാൽ അതിലേറ്റവും ആദ്യത്തെ കാര്യം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമെ വിശ്വസിക്കുക എന്നതാണ്. അവിടുന്ന് നമ്മിലേക്ക് നിയോഗിക്കപ്പെട്ട നബിയാണ്, നമ്മിലേക്ക് നിയോഗിക്കപ്പെട്ട റസൂലാണ്, മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കുമുള്ള നബിയാണ്, ഖാതമുൻ നബിയീനാണ്, അന്ത്യപ്രവാചകനാണ്. അവിടുത്തേക്ക് ശേഷം ഇനി ഒരു നബി വരാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും അതോടൊപ്പം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുകയും ചെയ്യുക, അതാണ് അവിടുത്തെ തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക, അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുക. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, ഷഹാദത്ത് കലിമ ഉച്ചരിച്ചവരെ, അള്ളാഹുവിൻ്റെ റസൂലിന് നമുക്ക് വലിയ ഉന്നതമായ ബാധ്യതയുണ്ട്. അത് നമ്മുടെ നബിയാണ്. അൻ നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങൾക്ക് അവരുടെ സ്വന്തം ശരീരങ്ങളെക്കാൾ അടുപ്പമുള്ളവരാണ്. നമ്മുടെ സ്വന്തം ശരീരങ്ങളെക്കാൾ അള്ളാഹുവിൻ്റെ റസൂലിന് നമുക്ക് ബാധ്യതയുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂലിനോട് നമുക്ക് ബാധ്യതയില്ലാതിരിക്കുക? അവിടുന്ന് എത്രമാത്രം പ്രയാസങ്ങളാണ്, എത്രമാത്രം ബുദ്ധിമുട്ടുകളാണ് അവിടെ നമുക്ക് വേണ്ടി അവിടുന്ന് സഹിച്ചത്. അള്ളാഹുവിൻ്റെ ദീൻ എത്തിച്ചു നൽകുന്ന മാർഗത്തിൽ, ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യത്തിൽ, തൗഹീദിൻ്റെ വഴികൾ പറഞ്ഞു തരുന്നതിൽ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശ്രമിച്ചത്? ഒരു നബിയും പരിശ്രമിക്കാത്ത രൂപത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം
നിറവേറ്റിയിട്ടുണ്ട്. അപ്പം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തൃപ്തിപ്പെടാന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ. അവിടുത്തെ കുറിച്ച് ഒന്നാമത്തെ കാര്യം റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുക, അവിടുത്തെ ചരിത്രം വായിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പഠിക്കുക, അവിടുത്തെ ജീവിതത്തിലെ അമലുകൾ എങ്ങനെയായിരുന്നു എന്ന് പഠിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അറിയുക, അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് നിനക്ക് വിവരമുണ്ടായിരിക്കുക. രണ്ടാമത്തെ കാര്യം നീ അവിടുത്തെ പിൻപറ്റുക, ജീവിതത്തിൽ പിൻപറ്റുക. നിൻ്റെ പ്രവർത്തനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ ആവുക, നിൻ്റെ സംസാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചതുപോലെ ആവുക, നിൻ്റെ സ്വഭാവം അവിടുത്തെ സ്വഭാവത്തിനനുസരിച്ച് മെച്ചപ്പെടുത്തുക. മുൻഗാമികൾ ചില പറഞ്ഞില്ലേ, النبي صلى الله عليه وسلم هو الميزان الأكبر وعليه تعرض الأشياء. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നാണ് ഏറ്റവും വലിയ അളവുകോൽ അവിടുന്നാണ്. വഅലൈഹി തുഅറദുൽ അഷ്യാ, സർവ്വ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് ചേർത്തുകൊണ്ടാണ് അളന്നു നോക്കേണ്ടത്. അവിടുന്ന് ചെയ്തതിനോട് യോജിച്ചതെല്ലാം നല്ലതാണ്, അവിടുന്ന് ചെയ്തതിന് വിരുദ്ധമാകുന്നതെല്ലാം മോശമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമുക്കുള്ള മാതൃകയാണ്. ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. നിങ്ങൾക്ക് നിങ്ങളുടെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് പഠിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ പുലർത്തുക. നിങ്ങൾ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദീൻ പിൻപറ്റിയവരാണ്. ഈ റസൂലിൻ്റെ ദീൻ ജനങ്ങൾക്ക് എത്തിച്ചു നൽകുന്ന അടയാളങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവവും പെരുമാറ്റവും നിങ്ങളിൽ ഉണ്ടായിരിക്കണം. അവിടുത്തെ ഇബാദത്തുകൾ നിങ്ങളിൽ ഉണ്ടായിരിക്കണം. അവിടുത്തെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ നോക്കൂ നിങ്ങൾ, അവർ നമുക്ക് ആ വിഷയത്തിൽ കാണിച്ചു തന്ന മാതൃകകൾ നോക്കി എത്രയുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അൻസാരികളായ സ്ത്രീകളെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ റഹിമല്ലാഹു നിസാ അൽ മുഹാജിറാത്ത്, മുഹാജിറുകളായ സ്ത്രീകൾ അവരെക്കുറിച്ച് അവർ പറഞ്ഞതുപോലെ അള്ളാഹു മുഹാജിറുകളായ സ്ത്രീകൾക്ക് കരുണ ചൊരിയട്ടെ. എന്താണ് അവരുടെ പ്രത്യേകത? അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് കൽപ്പിച്ചു, അലിയദ്രിബ്ന ബിഖുമുറിഹിന്ന അലാ ജുയൂബിഹിന്ന, അവരുടെ വസ്ത്രം മുഴുവനായി അവർ മറക്കട്ടെ, അവരുടെ ശരീരത്തിലേക്ക് അവരുടെ വസ്ത്രം വലിച്ചിടട്ടെ എന്ന് അവരോട് കൽപ്പിച്ചപ്പോൾ, അവരുടെ ശരീരം മുഴുവൻ മറക്കാൻ കൽപ്പിച്ചപ്പോൾ അവരെന്തു ചെയ്തു? ഷഖഖ്ന മുറൂതഹുന്ന, അവർ തങ്ങളുടെ വിരിപ്പുകൾ കീറി. വസ്ത്രമില്ലാത്ത ആളുകൾ വിരിപ്പുകൾ കീറി, എന്നിട്ട് അത് അവരുടെ വസ്ത്രത്തിൽ തുന്നി പിടിപ്പിച്ചുകൊണ്ട് ശരീരം മൂടി. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പന അനുസരിക്കുന്നതിന് വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ എങ്ങനെയാണ് അവരത് അനുസരിച്ചത് എന്ന് നോക്കൂ. പുരുഷന്മാരുടെ കാര്യത്തിൽ നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ അവർക്കുണ്ടായിരുന്ന ശ്രദ്ധ എത്ര വലുതായിരുന്നു. അപ്പം അതുപോലെ ആവുക, അള്ളാഹുവിൻ്റെ റസൂലെ മാതൃകയാക്കുക. എല്ലാ കാര്യത്തിലും, വിശ്വാസത്തിലും കർമ്മങ്ങളിലും അനുഷ്ഠാനങ്ങളിലും സ്വഭാവത്തിലും എല്ലാം അവിടുത്തെ നിങ്ങൾ അളവുകോലായി വെക്കുക. ഒരിക്കലും നിങ്ങളുടെ ചുറ്റുപാടുള്ള ആളുകൾ അളവുകോലായി വെക്കരുത്. കാരണം അവരെല്ലാം കുറവുകളുള്ളവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. അവിടുത്തെ അരികിലേക്കാണ് നമ്മൾ എത്തേണ്ടത്, അവിടുത്തെ സ്വഭാവത്തിലേക്കും അവിടുത്തെ പെരുമാറ്റത്തിലേക്കും. മൂന്നാമത്തെ കാര്യം ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെടുക എന്നതാണ്. എങ്ങനെയാണ് ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെടുക? ഇസ്ലാമിനെ കുറിച്ച് ഈ പറഞ്ഞതുപോലെ തന്നെ ഇസ്ലാമിനെക്കുറിച്ച് ഒന്നാമത് ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടാണ്. അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് നന്നായി അറിയുക. എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് പഠിക്കുക? ഖുർആൻ പഠിച്ചുകൊണ്ടാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ പഠിച്ചുകൊണ്ടാണ്. അങ്ങനെയാണ് ദീൻ പഠിക്കേണ്ടത്. ദീൻ പഠിക്കാനുള്ള വഴി അതാണ്. അള്ളാഹുവിൻ്റെ കലാം പഠിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിക്കുക. അങ്ങനെ ദീൻ പഠിക്കുക എന്നതാകട്ടെ നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം. ദീൻ പഠിക്കുക എന്നത് എല്ലാ മുസ്ലിമിൻ്റെ മേലും നിർബന്ധമായ കാര്യമാണ്. ഒരു സഹോദരങ്ങൾ, നിങ്ങളുടെ ദീൻ നിങ്ങൾ പഠിച്ചിരിക്കണം. എങ്ങനെ നിസ്കരിക്കണം, എങ്ങനെ നോമ്പെടുക്കണം, എങ്ങനെ ഇബാദത്തുകൾ ചെയ്യണം, എങ്ങനെയാണ് നിങ്ങളുടെ അഖീദ, എന്താണ് നിങ്ങളുടെ വിശ്വാസം, തൗഹീദ് എങ്ങനെയാണ് പാലിക്കേണ്ടത്, സുന്നത്ത് എങ്ങനെയാണ് പാലിക്കേണ്ടത്, ബിദ്അത്തുകളിൽ നിന്ന് എങ്ങനെയാണ് അകന്നു നിൽക്കേണ്ടത്, ഇത് പഠിച്ചിരിക്കണം. അപ്പോൾ ദീൻ പഠിക്കുക എന്നത് അതിൻ്റെ മാർഗമാണ്. രണ്ടാമത്തെ കാര്യം ദീൻ പാലിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ദീൻ പാലിക്കുക, മുസ്ലിമീങ്ങളായ ആളുകളോട് നിങ്ങൾക്ക് തൃപ്തി ഉണ്ടാകുക,
അവരോട് നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. നിങ്ങൾ മുസ്ലിമീങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് മുസ്ലിമീങ്ങൾ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. അള്ളാഹു നിങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് വന്നെത്തുന്നതിന് മുൻപേ അവർക്ക് നൽകിയ പേരാണ് മുസ്ലിമീങ്ങൾ എന്ന പേര്. അള്ളാഹു നമുക്ക് തൃപ്തിപ്പെട്ട് നൽകിയ ദീനാണിത്. നിങ്ങൾക്കറിയില്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ ഒരിക്കൽ യഹൂദനായ ഒരാൾ വന്നു. അദ്ദേഹം പറഞ്ഞു, അല്ലെങ്കിൽ മുൻപ് യഹൂദനായിരുന്ന ഒരാൾ അദ്ദേഹം വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ മേൽ അവതരിപ്പിക്കപ്പെട്ട ഒരു ആയത്തുണ്ട്. ആ ആയത്ത് ലൗ അലൈന മഅശറൽ യഹൂദി നസലത് ലത്തഖദ്ന ദാലിക യൗമ ഈദൻ. ഞങ്ങൾ യഹൂദർക്കായിരുന്നു ആ ആയത്തെങ്ങാനും അവതരിപ്പിക്കപ്പെട്ടിരുന്നത് എങ്കിൽ ഞങ്ങളത് പെരുന്നാളാക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അയ്യോ ആയ, ഏത് ആയത്താണ് നീ പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ആകാശ ഭൂമിയുള്ള റബ്ബ് പറയാണ്, അൽയൗം, ഇന്നേ ദിവസം, അക്മൽതു ലക്കും ദീനക്കും, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു. അള്ളാഹ് പൂർണ്ണമാക്കിയിരിക്കുന്നു പറയുന്നു. അള്ളാഹു പറയാണ്, ഞാൻ പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് ദീനായി തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. അള്ളാഹ് തൃപ്തിപ്പെട്ട് നൽകിയ മതമാണിത്. എത്ര മനോഹരമായാണ് റബ്ബ് നമുക്ക് ഈ ദീന് തന്നത് നോക്കൂ നിങ്ങൾ. ഒരാളുടെ മുൻപിൽ തലകുനിക്കേണ്ടതില്ലാത്ത വിശ്വാസവും വിധിവിലക്കുകളും സ്വഭാവവും പെരുമാറ്റവും നിയമങ്ങളും ഈ ദീനിൽ ഭംഗിയുള്ളതല്ലാത്ത ഒന്നുമില്ല. ഭംഗിയുള്ളതല്ലാത്ത ഒരു ബുദ്ധിയുള്ളൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നല്ലത് എന്ന് പറയാൻ നല്ലത് എന്നല്ലാതെ പറയാൻ പറ്റാത്ത ഒരു കാര്യം ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല. ചീത്തത് എന്ന് പറയാൻ തോന്നാത്ത ഒരു കാര്യമല്ലാതെ ഇസ്ലാം വിലക്കിയിട്ടില്ല. അള്ളാഹു പറഞ്ഞു, സിബ്ഗത്ത് അല്ലാഹ് വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗ വനഹ്നു ലഹു ആബിദൂൻ. അള്ളാഹു നൽകിയ വർണ്ണമാണിത്. അള്ളാഹുവിനേക്കാൾ നന്നായി വർണ്ണം നൽകുന്നവനാരുണ്ട്? അള്ളാഹുവിൻ്റെ ദീനെ കുറിച്ചാണത്. എത്ര മനോഹരമായ ദീൻ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത് നോക്കും. എത്ര മനോഹരമായാണ് ഈ ദീൻ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത് നോക്കും. നമ്മൾ അള്ളാഹു മുസ്ലിങ്ങളാക്കിയിരിക്കുന്നു. നമ്മോട് കൽപ്പിച്ചതെല്ലാം ശുദ്ധിയുള്ള കാര്യങ്ങളാണ്, ഭംഗിയുള്ള കാര്യം. നിസ്കാരം നോക്കൂ നിങ്ങൾ, എത്ര ഭംഗിയുണ്ട്, എത്ര മനോഹരമായ ഇബാദത്താണത്. ഏത് മതത്തിലുണ്ട് അങ്ങനെ ഒരു കാര്യം? ഓരോ 5 വക്ത് സമയമായാലും ബാങ്ക് കൊടുക്കുന്നു, എത്ര നല്ല വാക്കുകളാണ് പറയുന്നത്. ഇഖാമത്ത് കൊടുക്കുന്നു, അത് നിസ്കാരത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ വുദൂ ചെയ്യുന്നു, എത്ര നല്ല കാര്യമാണത്. നിസ്കാരത്തിന് ചേർന്ന് നിൽക്കുന്ന നോക്കൂ, പണക്കാരനും പാവപ്പെട്ടവനും എന്ന വ്യത്യാസമില്ലാതെ, രാജാവും ഭരണീയനും എല്ലാം ഒരേ സഫിനാണ് നിൽക്കുന്നത്, ഒരേ റബ്ബിന് മുൻപിലാണ്. ഇതൊക്കെ എത്ര മനോഹരമായ ദീനാണ്. ഈ ദീൻ ആരിൽ നിന്നാണ്? അള്ളാഹുവിൽ നിന്നാണ്. എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് പോലും ഇതിൽ യാതൊരു കൈകടത്തലുമില്ല. ഒരു മനുഷ്യൻ ഇതിൽ കൈകടത്തിയിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റേതു മാത്രമാണ്. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണോ ഹറാം ഹലാൽ നിശ്ചയിച്ചത്? അല്ല. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ, യാ അയ്യുഹൻ നബി ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക് തബ്തഗി മർളാത അസ്വാജിക്. നബിയെ, അള്ളാഹു താങ്കൾക്ക് ഹലാലാക്കിയത് താങ്കൾ അതിനെ ഹറാമാക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ ഇതിലൊരു നിയമം ഉണ്ടാക്കിയിട്ടില്ല. ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹുവിൻ്റെ നിയമമാണ്. വേറെ ഒരു ആദർശത്തിനത് പറയാൻ സാധിക്കുകയില്ല. ഈ ദീനിൻ്റെ പ്രവാചകനെ നോക്കുന്നെങ്കിൽ ഖൈറു സയ്യിദു വലദി ആദം സന്തതികളുടെ നേതാവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ ഒരാൾ അവിടത്തേക്ക് മുൻപ് വന്നിട്ടില്ല, അതുപോലെ ഒരാൾ ഇനി വരാനുമില്ല. എല്ലാ പൂർണ്ണതകളും നൽകപ്പെട്ട നബിയാണ് ഈ ദീനിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദീൻ ആദ്യമായി സ്വീകരിച്ച് ഉമ്മത്തിനെ നോക്കൂ നിങ്ങൾ, സഹാബത്താണ്. അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ, അവരുള്ള ഉമ്മത്താണിത്. നമ്മുടെ പൂർവികർ എത്ര മനോഹരമായ പൂർവികരാണ്. ഈ ദീനിലെ ഇബാദത്തുകൾ നോക്കൂ നിങ്ങൾ, എത്ര ഹജ്ജ് കഴിഞ്ഞു നോക്കൂ, എത്ര മനോഹരമായ ഇബാദത്ത്. ലോകത്തിലെ വ്യത്യസ്ത സ്ഥലങ്ങൾ, എല്ലാ അർത്ഥത്തിലും ദീനിൻ്റെ ഭംഗി നോക്കൂ നിങ്ങൾ. ഈ ദീനിലേക്കാണ് അള്ളാഹു നമ്മെ നിയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ദീനിനോടുള്ള ബാധ്യത എന്താണ്? ഇസ്ലാമിനോടുള്ള ബാധ്യത എന്താണ്? മുസ്ലിമീങ്ങൾ എന്ന നിലക്ക് അള്ളാഹുവിൻ്റെ ദീൻ നേരായ വണ്ണം പുലർത്തുക എന്നതാണ്. സഹോദരങ്ങളെ, ദീനിനോടുള്ള ബാധ്യതയിൽ 2 കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അദ്ദീനു അൻ നസീഹ, ദീൻ എന്നാൽ നസീഹത്താൻ. അദ്ദീനു അൻ നസീഹ, ദീൻ എന്നാൽ നസീഹത്താൻ, ഇതിനുള്ള ഗുണകാംക്ഷയാണ്. സഹാബികൾ ചോദിച്ചു, ലിമൻ യാ റസൂലല്ലാഹ്, ആരോടാണ് നബിയെ? ലില്ലാഹി വൽ കിതാബി വൽ റസൂലിഹി വലി അഇമ്മത്തിൽ മുസ്ലിമീന വഅമ്മത്തിഹിം. അള്ളാഹുവിനോടും അവൻ്റെ കിതാബിനോടും അവൻ്റെ റസൂലിനോടും മുസ്ലിം നേതാക്കന്മാരോടും അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ സാധാരണക്കാരോടും.
സഹോദര, ഈ ദീനിനോട് നീ നസീഹത്തുള്ളവനാകുക. ഈ ദീനിന് നീ നന്മ മാത്രം ആഗ്രഹിക്കുക. ഈ ദീനിലുള്ള മുസ്ലിങ്ങളായ നിൻ്റെ സഹോദരങ്ങൾക്ക് നീ നസീഹത്തുള്ള, നിൻ്റെ ഹൃദയത്തിൽ നസീഹത്തല്ലാതെ ഉണ്ടാവരുത്. അള്ളാഹുവിൻ്റെ ദീനോട് നസീഹത്തുള്ളവനാകുക. നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെ പ്രയാസപ്പെടുത്തി എന്ന പരാതി അവിടുത്തെ മുൻപിൽ നിന്നെക്കുറിച്ച് ഒരാൾ പറയാതിരിക്കട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിലെ ഓരോ അംഗങ്ങളെയും അങ്ങേയറ്റം ശ്രദ്ധയോടെയാണ് പരിഗണിച്ചത്. നോക്കൂ, അവിടുത്തേക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന സഹാബിമാരിലൊരാളാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. മുആദ് ഇബ്നു ജബൽ അവിടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞതായി കാണാം, വല്ലാഹി ഇന്നി ലഉഹിബ്ബുക മുആദ്, അള്ളാഹു തന്നെ സത്യം, മുആദ് എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മുആദിനോട്. മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇശാ നിസ്കാരത്തിന് നേതൃത്വം നൽകാറുണ്ടായിരുന്നു തൻ്റെ നാട്ടുകാർക്ക്. അപ്പോൾ അദ്ദേഹം നിസ്കാരം കുറിച്ച് ദീർഘിപ്പിച്ചു. അങ്ങനെ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് പരാതി പറഞ്ഞു നിസ്കാരം ദീർഘിപ്പിച്ചപ്പോൾ. നോക്ക്, അവിടുത്തെ ഇത്ര സ്നേഹമുണ്ടായിരുന്നു മുആദിനോട്. അവിടുന്ന് പറഞ്ഞ ഫത്താനു അൻത യാ മുആദ്, ഫത്താനു അൻത യാ മുആദ്, മുആദ് നീ കുഴപ്പക്കാരനാകുകയാണോ? നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ടൊരു സാധാരണക്കാരനായ ഒരാളോട് അയാൾക്കൊരു പ്രയാസമുണ്ടാക്കിയതിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ പ്രതികരണം ഇതായിരുന്നു. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലുള്ളവർ നസീഹത്തുള്ളവരാകുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിലുള്ളവർ നസീഹത്ത് കാണിക്കുക, അവർ ഖൈർ കാണിക്കുക. അവർ നിൻ്റെ സഹോദരങ്ങളാണ്. എങ്ങനെയാണ് നീ അവരോട് നസീഹത്ത് കാണിക്കുക? അവർക്ക് നീ നന്മ പറഞ്ഞു കൊടുക്കുക, അവർ സ്വീകരിക്കാൻ സാധിക്കുന്ന വിധത്തിൽ, അവർക്കത് സ്വീകരിക്കാൻ എളുപ്പമാകുന്ന വിധത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ബശ്ശിറ വലാ തുനഫിറ, നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക, നിങ്ങൾ ആൾക്കാർ അകറ്റരുത്. യസ്സിറ വലാ തുഅസ്സിറ, നിങ്ങൾ എളുപ്പമുണ്ടാക്കുക. എളുപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ നിയമങ്ങൾ മാറ്റലാണോ? അല്ല, അള്ളാഹുവിൻ്റെ ദീൻ അവർക്ക് എളുപ്പത്തിൽ സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക. കടുപ്പമുള്ളതുപോലെ ആക്കരുത്, പ്രയാസകരമാക്കരുത്. അവർക്ക് സ്വീകരിക്കാൻ എളുപ്പമുണ്ടാക്കുക. എങ്ങനെ എളുപ്പം ഉണ്ടാക്കേണ്ടത്? ദീൻ പറഞ്ഞു കൊടുത്ത്, ദീൻ എങ്ങനെയാണോ ദീൻ അള്ളാഹു എങ്ങനെയാണോ അവതരിപ്പിച്ചത് അതാണ് എളുപ്പം. ആ എളുപ്പം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. ദീൻ എങ്ങനെയാണുള്ളത് അങ്ങനെ തന്നെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അതിൽ ഒരിക്കലും മാറ്റിത്തിരുത്തൽ വരുത്താൻ പാടില്ല. അങ്ങനെ മുസ്ലിം ഉമ്മത്തിനോട് നസീഹത്ത് കാണിക്കുക. അവർക്കിത് കിട്ടാനും അവരിതിലേക്ക് കൂടുതൽ ഖൈറിലേക്ക് അടുക്കാനും. നിങ്ങളുടെ സദസ്സിലൊരു പുതിയൊരു മനുഷ്യൻ വന്നാൽ, നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാൾ വന്നാൽ, അയാൾ നിങ്ങൾ പരിഗണിക്കണം. ആരോ വന്നു ആരോ പോയി, നമ്മളെന്തിനാൾക്ക് ശ്രദ്ധിക്കുന്നത്? അങ്ങനെ ആകരുത്. നമ്മൾ കുറച്ച് ആൾക്കാർ, താടിയുള്ള ആൾക്കാർ മാത്രം, അങ്ങനെ ആവരുത്. ദീന് അതിനോട് അവർക്ക് ഇഷ്ടമുണ്ടാക്കുക. അള്ളാഹുവിൻ്റെ ദീൻ പാലിക്കുന്നവർക്ക് പ്രയാസകരമാക്കാതിരിക്കുക, അവരെ അടുത്തേക്ക് കൊണ്ടുവരിക. കാരണം നാളെ പരലോകത്ത് നിനക്ക് അള്ളാഹുവിൻ്റെ മുന്നിൽ ചെന്നു നിൽക്കുമ്പോൾ ഏറ്റവും സന്തോഷിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ ഒന്ന് ഒരു മനുഷ്യന് ഖൈർ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. സലഫുകൾ ചൊല്ലി പറഞ്ഞേക്കാണ്, നീ മരിക്കാൻ നിൽക്കുകയാണ്, ഇനി നിനക്കൊരു അമലുമില്ല, ഇനി ആകെ ഒരു അമലുമില്ല, ഇനി ഒറ്റ അമൽ ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ നീ എന്തു ചെയ്യും? അത് ചില പറഞ്ഞ നശ്റുൽ ഇൽമ് പ്രചരിപ്പിക്കും, ഒരാൾക്കൊരു ഇൽമ് എത്തിച്ചു കൊടുക്കും. ദീൻ ഖൈർ എത്തിച്ചു കൊടുക്കുക, മുസ്ലിങ്ങളായ ആൾക്കാർക്ക് നന്മ എത്തിച്ചു കൊടുക്കുക. അത് നല്ല രൂപത്തിൽ സ്വീകരിക്കുന്ന രൂപത്തിൽ, അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിലല്ല. ആൾക്കാർക്ക് ഇത് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ദുനിയാവിൻ്റെ കാര്യം പറഞ്ഞാൽ, നിൻ്റെ കടയിലേക്ക് ഒരാൾ കയറി വന്നാൽ ഒരു സാധനം വാങ്ങിക്കണം, ആ സാധനം അയാൾ എടുത്താൽ മാത്രമേ നിനക്ക് അടുത്ത മാസത്തെ വാടക കൊടുക്കാൻ പറ്റുള്ളൂ, വീട്ടിലേക്ക് വല്ല ഭക്ഷണം വാങ്ങിക്കാൻ പറ്റുള്ളൂ. നിൻ്റെ കച്ചവടം മുഴുവൻ നിലനിൽക്കുന്നത് അയാൾ ഈ സാധനം വാങ്ങിക്കില്ല എന്ന് വിചാരിക്കുക. ഒരു കസ്റ്റമർ നിൻ്റെ കടയിലേക്ക് കയറി വന്നാൽ സാധനങ്ങളൊക്കെ നോക്കിയാൽ പോരാ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ കിട്ടാൻ വേണ്ടി എന്ന് പറയുമോ? ഇല്ല. അയാൾ ചിലപ്പോൾ നിന്നോട് മോശമായി പെരുമാറിയാൽ നീ നിൻ്റെ പെരുമാറ്റം ശരിയില്ല പൊയ്ക്കോന്ന് പറയുമോ? ഇല്ല. അയാൾ എങ്ങനെയെങ്കിലും അത് എടുക്കണമെന്ന് നിൻ്റെ ആവശ്യമാണ്. അപ്പോൾ നിനക്കറിയാം എങ്ങനെ നന്നായി പെരുമാറണം. ദുനിയാവിൻ്റെ കാര്യത്തിൽ നിനക്ക് നന്നായിട്ട് അറിയാം ഒരാൾ ഒരു കാര്യം സ്വീകരിക്കണമെങ്കിൽ ഇതെങ്ങനെ പറയണം എന്നുള്ളത്. പക്ഷെ ആളുകൾ ഇത് ദീൻ്റെ കാര്യത്തിൽ മറക്കും. ഒക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഹിലീങ്ങളായ വിവരമില്ല, ഇന്ന് ധാരാളം ആൾക്കാർ വിവരമില്ലാത്ത ആൾക്കാർ, അത് അറിയില്ല എങ്ങനെയാണ് ചെയ്യേണ്ടത്, തൗഹീദ് അറിയില്ല, സുന്നത്ത് അറിയില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അർത്ഥം പോലും ചോദിച്ചാൽ പലർക്കും അറിയില്ല. അവരാരും ബോധപൂർവം ധിക്കരിക്കാൻ ഉദ്ദേശിക്കുന്നവരല്ല പലർക്കും ഇതറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദുൻ നബവിയിൽ ഒരു അറാബി വന്നു. നിങ്ങൾക്ക് അത് എത്ര തവണ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അയാൾ
ഒരു വശത്ത് മൂലയിൽ പോയിട്ട് അയാൾ മൂത്രമൊഴിച്ചു. സഹാബികൾ ശബ്ദമുണ്ടാക്കി നിർത്താൻ ശ്രമിച്ചു. കേട്ട സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാളെ വെറുതെ വിട്ടേക്ക്, ലാ തുസ്രിമൂഹു, മൂത്രം പിടിച്ചു വെക്കരുത്, അയാൾ പ്രയാസപ്പെടുത്തരുത്. മൂത്രം ഒഴിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ബക്കറ്റിൽ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു, വെള്ളം ഒഴിച്ചു. എന്തുകൊണ്ട്? അയാൾ അറിവില്ലാത്ത ഒരാളായിരുന്നു, അതുകൊണ്ടാണ്. അല്ല മസ്ജിദിൽ വന്ന് ഒരാൾ മസ്ജിദിൽ മൂത്രയിക്കാൻ പാടില്ല എന്നൊക്കെ അറിയാം, എന്നിട്ട് ഒരാൾ വന്നിട്ട് മൂത്രയിച്ച് കഴിഞ്ഞാൽ ഹലാസ് ഒരു കുഴപ്പമില്ല, അങ്ങനെയല്ല. ദീനിൻ്റെ കാര്യത്തിൽ അവിടുന്ന് അലസത കാണിച്ചതല്ല, ചെയ്യുന്ന വ്യക്തിക്ക് അറിവില്ലായിരുന്നു. അറിവില്ലാതെ ചെയ്യുന്ന ഒരാളോട് തിരുത്തേണ്ട രൂപം വേറെയാണ്. പക്ഷെ നമ്മൾ പലരും ഒരു വാക്ക് പറഞ്ഞ് 2 വാക്ക് പറഞ്ഞാൽ പിന്നെ ദേഷ്യം പിടിക്കാൻ തുടങ്ങി. അങ്ങനെ ചെയ്യരുത്. ഈ ദീനിനോടുള്ള നസീഹത്തിൽപ്പെട്ടതാണ്, ഈ ഉമ്മത്തിനോട് നമ്മൾ പുലർത്തേണ്ട നസീഹത്തിൽപ്പെട്ടതാണ് ഇത് ആളുകൾ സ്വീകരിക്കാൻ താല്പര്യം കാണിക്കുക എന്നത്, അവരോട് നല്ല വാക്കുകൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. നോക്കൂ, ഫിർഔന്റെ അടുത്തേക്ക് പറഞ്ഞേക്കുമ്പോൾ എന്താണ് അല്ലാഹു സുബ്ഹാനഹു തആല മൂസയോടും ഹാറൂനിനോടും പറഞ്ഞത്? ഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു യഖ്ശാ. സൗമ്യതയുള്ള വാക്ക് അവരോട് പറയുക. ലഅല്ലഹു യതദക്കറു യഖ്ശാ. അവൻ ചിലപ്പോൾ ഗുണപാഠം ഉൾക്കൊണ്ടെങ്കിൽ. ഫിർഔന്റെ കാര്യത്തിലാണ് ഈ പറയുന്നത്. ഫിർഔൻ ഏറ്റവും വലിയ ധിക്കാരിയായിരുന്നു, അവൻ്റെ കാര്യത്തിലാണ് ഈ പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ ഈ ദീനിൻ്റെ വാഹകരാണ്, ഇസ്ലാമിൻ്റെ സന്ദേശവാഹകരാണ്, ഇസ്ലാം എത്തിച്ചു കൊടുക്കുന്നവരാണ്. നാളെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപിൽ, അള്ളാഹുവിൻ്റെ മുൻപിൽ ഒരാൾ നിങ്ങളെക്കുറിച്ച് പരാതി പറയരുത്. ഇവനെ കൊണ്ടാണ് ഞാൻ ഇത് എടുക്കാതിരുന്നത്, ഇവൻ്റെ സ്വഭാവം കൊണ്ടാണ്, ഇവൻ്റെ പെരുമാറ്റം, അങ്ങനെ ഒരാൾ പറയുന്ന അവസ്ഥ ഉണ്ടാക്കരുത്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപിൽ അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ നിന്നെക്കുറിച്ചൊരു പരാതി പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കണ്ടെത്തുന്ന സമയത്ത് ഈ ഉമ്മത്തിന് ഏറ്റവും നസീഹത്തുള്ളവനെ എനിക്ക് കാണാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെട്ട കാര്യങ്ങളിലൊന്ന്, അദ്ദേഹം മറ്റുള്ളവരെ മറികടന്ന ഗുണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഗുണം, അല്ലെങ്കിൽ മറ്റു പലരെയും അദ്ദേഹം മറികടന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ടവരോടുള്ള നസീഹത്തിലായിരുന്നു, ഈ ഉമ്മത്തിൽപ്പെട്ടവരോടുള്ള ഗുണകാംക്ഷയിലായിരുന്നു. അത് ഖൈർ ആഗ്രഹിച്ചിരുന്നവരായിരുന്നു മുസ്ലിം ഉമ്മത്തുള്ള ആളുകൾ. അപ്പോൾ അവരോട് ഖൈർ ആഗ്രഹിക്കുക. അള്ളാഹുവിൻ്റെ ദീനിനോട് ഒരാൾ അടുക്കുന്നത് കണ്ട് സന്തോഷിക്കുക. നിൻ്റെ ശത്രുവാണെങ്കിൽ, നിന്നെ ഉപദ്രവിച്ചവനാണെങ്കിൽ അൽഹംദുലില്ലാ. ദീനിനു വേണ്ടി ഒരാൾ പരിശ്രമിക്കുന്നത് കണ്ട, നിന്നെ പ്രയാസപ്പെടുത്തിയവനാണെങ്കിൽ അൽഹംദുലില്ലാ. അള്ളാഹുവിൻ്റെ ദീന് സഹായിച്ചാൽ ഇത് ഖൈറാണ്. ക്ഷമേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിനോട് നസീഹത്തുള്ളവരാകുക. ഈ ദീൻ വളരാൻ വേണ്ടി, ഈ ദീൻ എത്താൻ വേണ്ടി. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബി താലിബിനോട് പറഞ്ഞ വാക്ക് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ യുദ്ധം, എന്താണ് ഖൈബർ യുദ്ധം? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമെ ഏറ്റവും സന്നിഗ്ധ ഘട്ടത്തിൽ പിറകിൽ നിന്ന് വഞ്ചിച്ച ആളുകളായിരുന്നു ഖൈബറിലായിരുന്ന യഹൂദന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം പ്രയാസപ്പെടുത്തിയ ആളുകൾ. ഖൈബർ അവിടത്തേക്ക് യുദ്ധത്തിന് പുറപ്പെട്ടു. ആ കോട്ട ഉപരോധിച്ചവർ ഒരു മാസമോ മറ്റു സമയമോ ഖൈബർ കോട്ട ഉപരോധിച്ചു. അത് കീഴടക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ ഞാൻ ഈ പതാക, ഇസ്ലാമിൻ്റെ പതാക ഒരാളെ ഏൽപ്പിക്കും. യുഹിബ്ബുഹുല്ലാഹു വ റസൂലുഹു, അദ്ദേഹത്തെ അള്ളാഹുവിൻ്റെ റസൂലും സ്നേഹിക്കുന്നുണ്ട്. വയുഹിബ്ബുല്ലാഹ വ റസൂലഹു, അദ്ദേഹം അള്ളാഹുവിനും എൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നുണ്ട്. സഹാബികൾ പറയും, ഞങ്ങൾ അന്ന് രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടില്ല, ആരായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പറയുന്നത് എന്നറിയാൻ വേണ്ടി. ഉമർ ഇബ്നുൽ ഖത്താബ് പറയും, ഞാൻ ഒരു ദിവസവും ഒരു സംഘത്തിൻ്റെ നേതാവാകാൻ ആഗ്രഹിച്ചിട്ടില്ല, ആ ദിവസമല്ലാതെ. അവിടുന്ന് പറയും, ഞാൻ നേരത്തെ ചെന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ തന്നെ നിന്നു ഒന്ന് കാണാൻ വേണ്ടി. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചാൽ, എവിടെ അലി ഇബ്നു അബി താലിബ് എവിടെ? അദ്ദേഹത്തിന് സുഖമില്ലായിരുന്നു, കണ്ണിന് അസുഖം ഉണ്ടായിരുന്നു. അവിടുന്ന് അദ്ദേഹത്തെ കൊണ്ടുവന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലിയുടെ കയ്യിൽ ആ പതാക കൊടുത്തുകൊണ്ട് അദ്ദേഹം പറയാണ്, അലി മുന്നോട്ട് ചലിക്കുക. എന്നിട്ട് അവിടുന്ന് പറഞ്ഞ വാക്കാണ്, ലഅൻ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ ലക മിൻ അൻ തകൂന ലക ഹുമുറുൻ നഅം. ഖൈബറിലെ ആ യഹൂദന്മാരോട് പോരടിക്കുന്നതിന് മുൻപ് അവിടുന്ന് പറയണം, ഉദ്ഉഹും ഇലൽ ഇസ്ലാം, നീ അവർ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക. അവരോടാണ് ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ പറയുന്നത്. എത്ര ചതി ചെയ്ത, വഞ്ചന ചെയ്ത ആളുകളാണ്. എന്നിട്ട് അവിടുന്ന് പറയണം, നിനക്ക് ഒരാളെ ഇസ്ലാമിലേക്ക് എത്തിക്കാൻ കഴിയുക എന്നത് ധാരാളം ചുവന്ന ഒട്ടകങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ ഖൈറാണ്.
സഹോദരങ്ങളെ, ഷിർക്കിലകപ്പെട്ട അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അവകാശം, അതിൻ്റെ കാര്യത്തിൽ അങ്ങേയറ്റത്തെ ലംഘനം കാണിച്ച, ആകാശഭൂമിയുടെ റബ്ബിൻ്റെ അവകാശത്തിൽ അതിക്രമം പ്രവർത്തിച്ചൊരു മനുഷ്യൻ എന്നതിൽ അറിയാതെ പെട്ടുപോയതാണെങ്കിൽ അവനെ അത് പറഞ്ഞു കൊടുത്ത് ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നത് അത്രയും ആവശ്യമുള്ള കാര്യമാണ്, അത്രയും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സലഫികളായ സഹോദരങ്ങളെ, ഒരു ദിവസം നിങ്ങൾക്ക് കുറച്ച് സമയമെങ്കിലും തൗഹീദ് എത്തിച്ചു കൊടുക്കുന്നതിലും മറ്റും കുറഞ്ഞ സമയമെങ്കിലും നിങ്ങൾ അതിനു വേണ്ടി മാറ്റിവെക്കണം. ഹക്കിൻ്റെ ആളുകൾ ഇങ്ങനെ മടിഞ്ഞിരിക്കുക എന്നത് പാടില്ല. ഷിർക്ക് നോക്കൂ, നിങ്ങൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, നിങ്ങൾ കാണുന്നില്ലേ, ഒരു പേരും ഊരുമില്ലാത്ത മുസ്ലിയാക്കന്മാർ വരെ സംസാരിക്കുമ്പോൾ ആളുകൾ വീക്ഷിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് വീക്ഷിക്കുന്നത്. ഊരും പേരില്ലാത്ത ആൾക്കാർ. തൗഹീദിൻ്റെ ആളുകളെ നിങ്ങൾ മടിഞ്ഞിരിക്കരുത്. ഈ ആളുകൾ പലരും അവർക്ക് അറിയില്ല ചെയ്തുകൊണ്ടിരിക്കുന്ന അതിക്രമത്തിൻ്റെ വ്യാപ്തി എന്താണെന്ന് അറിയില്ല. നമുക്ക് അവരോട് ബാധ്യതയുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽപ്പെട്ടവരാണ് അവർ, ഷഹാദത്ത് ഇൽമു ചൊല്ലിയവരാണ്. പലർക്കും അറിയില്ല, അറിയാത്തത് കൊണ്ടാണ് ഇതിൽ അകപ്പെട്ടിരിക്കുന്നത്. പലരും 5 വക്ത് നിസ്കാരം ജമാഅത്ത് കാലങ്ങളായി നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവില്ല, അറിയില്ല. അവർക്ക് ദീൻ എത്തിച്ചു കൊടുക്കാൻ സാധ്യമായ രൂപത്തിൽ ശ്രമിക്കണം. അത് ഇസ്ലാമിനെ തൃപ്തിപ്പെടുക എന്നതിൽപ്പെട്ടതാണ് ഈ ദീനിനു വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത്. നീ ദീനിൻ്റെ ആളാണ്, ദീനിൻ്റെ അഹലുകാരനാണ്, അതുകൊണ്ട് ഇസ്സത്ത് കാണിക്കുക. നീ മുസ്ലിമാണ് എന്ന് നിൻ്റെ പെരുമാറ്റത്തിലും നിൻ്റെ സ്വഭാവത്തിലും നിൻ്റെ സംസാരത്തിലും നിൻ്റെ വസ്ത്രത്തിലും നിൻ്റെ വേഷവിധാനങ്ങളും ഒക്കെ പ്രകടമാകട്ടെ. എന്തിനാണ് മടിക്കുന്നത്? നീ മുസ്ലിമാണ്. അബൂബക്കറിൻ്റെയും ഉമറിൻ്റെയും ഉസ്മാനിൻ്റെയും അലിയുടെയും പിൻഗാമികളിൽപ്പെട്ടവരാണ്. എന്തിനാണ് സഹോദര മുസ്ലിമാണ് എന്ന് പറയുന്നതിൽ നീ ലജ്ജിക്കുന്നത്? സഹോദരങ്ങളെ, യുവാക്കളെ, ചെറിയ പ്രായമുള്ളവരെ, നിങ്ങൾ ഖൈറിലാണ്. ഇസ്ലാമിനെ നിങ്ങൾ മുറുകെ പിടിക്കുക, അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ പിടിക്കുക. ഇതാണ് നമുക്ക് ഇസ്സത്ത് നൽകുക. വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. അള്ളാഹുവിനും എൻ്റെ റസൂലിനും മുഅ്മിനീങ്ങൾക്കുമാണ് ഇസ്സത്തുള്ളത്. അള്ളാഹുവിൻ്റെ ദീനിലാണ് ഇസ്സത്തുള്ളത്. നോക്കൂ നിങ്ങൾ ചുറ്റുവട്ടത്തുള്ള ആളുകൾ, എന്താണ് അവരുടെ ആഹ്ലാദങ്ങൾ, എന്താണ് അവരുടെ ആസ്വാദനങ്ങൾ? അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിലാണ്. എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് ആസ്വാദനം നിശ്ചയിച്ചിരിക്കുന്നത് എന്തിലാണ്? അല്ലാഹു എത്ര ഖൈറായ കാര്യത്തിലാണ് അള്ളാഹു നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാക്കിയിരിക്കുന്നത്. വലാകിന്ന അല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫി ഖുലൂബിക്കും വകറഹ ഇലൈക്കുമുൽ കുഫർ വൽ ഫുസൂഖ വൽ അസ്യാൻ. നിങ്ങൾക്ക് ഈമാനോട് അള്ളാഹ് ഇഷ്ടമുണ്ടാക്കിയിരിക്കുന്നു, അള്ളാഹുവിനെ അനുസരിക്കുന്നത് ഇഷ്ടമുണ്ടാക്കി അള്ളാഹ് ഇഷ്ടപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങളുടെ സന്തോഷം അതിലാണ്. ഒരു വക്ത് നിസ്കാരം നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് എത്ര പ്രയാസകരമാണ്. എന്നാൽ കാലങ്ങളായി നിസ്കരിക്കാതെ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ നടക്കുന്ന എത്ര ആൾക്കാരുണ്ട്. പക്ഷെ അള്ളാഹ് നിങ്ങൾക്ക് ഇതിനോട് ഇഷ്ടമുണ്ടാക്കിയിരിക്കുന്നു. നിസ്കാരം ഒഴിവാക്കുക എന്നത് നിങ്ങൾക്ക് പ്രയാസമുള്ളതാക്കിയിരിക്കുന്നു. എത്ര വലിയ നിഅമത്താണ് അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്നത്. ഈ നിഅമത്ത്, അതിൻ്റെ വില നൽകുക. എന്താ അതിൻ്റെ വില? ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക, നിൻ്റെ ജീവിതത്തിൽ പകർത്തുക. നല്ലൊരു മുസ്ലിമായി അള്ളാഹുവിൻ്റെ റസൂൽ നബിമാർ ദുആ ചെയ്തു, തവഫനി മുസ്ലിമൻ വൽഹിഖ്നി ബിസ്സാലിഹീൻ. അള്ളാഹു എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ, സാലിഹീങ്ങളൊപ്പം ചേർക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബത്തുൽ ഹാജിൽ പറയാറുണ്ടായിരുന്ന ആയത്ത് പോലെ, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുത്. നിങ്ങൾ മരിക്കുമ്പോൾ മുസ്ലിം ആയിക്കോന്നല്ല, അല്ലെങ്കിൽ മരിക്കുമ്പോൾ മുസ്ലിം ആകണം എന്നല്ല, മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. മരിക്കുകയാണെങ്കിൽ മുസ്ലിമായിട്ടേ മരിക്കാവൂ. സലഫുകൾ, മുൻഗാമികൾ ചില പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത് പോലെ. നിങ്ങൾക്കറിയാം, മനുഷ്യൻ ഗർഭപാത്രത്തിലാകുമ്പോൾ തന്നെ ഒരു മലക്ക് അവൻ ഷഖിയാണോ സഈദാണോ എന്ന് രേഖപ്പെടുത്തുന്നതാണ്. ദുർഭാഗ്യവാനാണോ സൗഭാഗ്യവാനാണോ? സലഫുകൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അള്ളാഹുവെ നീ എന്നെ ദൗർഭാഗ്യവാന്മാരിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നീ അത് മായ്ക്കുകയും എന്നെ നീ സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണേ എന്ന് അവർ ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് അള്ളാഹു നിനക്ക് വിധിച്ചത് എന്താണെന്ന് നിനക്കറിയില്ല. നീ നന്നായി അമൽ ചെയ്യുക, നിൻ്റെ അവസാനം ഒന്നാതിനു വേണ്ടി പണിയെടുക്കുക. അള്ളാഹു നിനക്ക് വേണ്ടി സ്വർഗം എളുപ്പമാക്കുന്നതിന് വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീന് ജീവിതത്തിൽ പാലിക്കാനും അത് മുറുകെ പിടിക്കാനും തൗഫീഖ് നൽകുമാട്ടെ. ഈ 3 കാര്യങ്ങൾ, അള്ളാഹുവിനോടുള്ള ബാധ്യത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യത, ഇസ്ലാമിനോടുള്ള ബാധ്യത. ഖബറിൽ ചോദിക്കുന്ന 3 ചോദ്യങ്ങൾ ഇതാണ്. മൻ റബ്ബുക, എന്താ ഉത്തരം? റബ്ബി അല്ലാഹ്. എന്താ ഉത്തരം? റബ്ബി അല്ലാഹ്. മൻ നബിയുക, എന്താ ഉത്തരം? നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മാ ദീനുക, എൻ്റെ ദീൻ എന്താ ഉത്തരം? ദീനി അൽ ഇസ്ലാം, എൻ്റെ ദീൻ ഇസ്ലാമാണ്. ഈ 3 കാര്യങ്ങൾ, ഈ 3 അടിത്തറകൾ
അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വഅല്ലാഹു തആല അലം ബിസ്സവാബ്. സ്വല്ലല്ലാഹു വസല്ലം വബറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.